പാലക്കാട് നഗരസഭ പണിയാൻ പോകുന്ന ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ട്. അതിലിപ്പോൾ കോൺഗ്രസ് അവിടെയുള്ള ബി.ജെ.പിയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനെതിരെ പരാതിയൊക്കെ നൽകിയിരുന്നു പ്രശാന്ത് ശിവനെതിരെ. പ്രശാന്ത് ശിവൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്, കേൾക്കാം. പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് PDPP വകുപ്പ് ഉൾപ്പെടെ ചേർത്താനുള്ള വകുപ്പുണ്ടായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ വകുപ്പ് ഉൾപ്പെടുത്താത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നിലുണ്ടാവും. 2, പാലക്കാട് നഗരസഭാ കേന്ദ്രത്തിനകത്തേക്ക് അതിക്രമിച്ച് ചാടിക്കടന്നുകൊണ്ട് അവിടെയുള്ള ഗ്രില്ലുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ മറ്റു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടുത്തെ MLA തന്നെ പോലീസ് വാഹനം തടുത്തു നിർത്തിക്കൊണ്ട് പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആ പ്രതിയെ പോലീസ് വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കിക്കൊണ്ട് സ്വകാര്യ വാഹനത്തിൽ കയറ്റിക്കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിരിക്കുന്നത്. പോലീസിന്റെ ഒത്താശ ഈ കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ ചെറിയ വിഷയങ്ങളിൽ പോലും പോലീസുകാർ കാണിക്കുന്ന സമീപനം എന്താണ് എന്ന് സാധാരണക്കാരോട് കാണിക്കുന്ന എന്താണെന്ന് കണ്ടിട്ടുണ്ട്. ഇത്രയ്ക്കും ഗുരുതരമായ ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് PDPP വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കേസെടുത്തിട്ടില്ല എങ്കിൽ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ പാർട്ടി ആലോചിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷി സമൂഹത്തോടും അവരുടെ കുടുംബാംഗങ്ങളോടും പരസ്യമായി പാലക്കാട് MLA മാപ്പ് പറയുവാൻ തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ദേശീയ പുരുഷന്മാരെ അപമാനിച്ചതിനെതിരെ പാലക്കാട് MLA ഓഫീസിലേക്ക് ഈ വരുന്ന ഏപ്രിൽ മാസം 16-ാം തീയതി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരിക്കുന്നതാണ്.